എബ്രോഡ് എം ബി ബി എസിനെ പറ്റി ഞാൻ തീരെ സജസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മളവിടെ പോയ ആൾക്കാരുമായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പം അവരെല്ലാവരും ഒരുപോലെ പറയുന്നത് ജസ്റ്റ് അത്ര വെർത്തല്ല കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളത്രയും ഇതൊക്കെ പാഷനേറ്റ് ആണ്, നാട്ടിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ആ ഒരു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പോവാം. അല്ലാതെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പരസ്യം ചെയ്യാനും നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് കിട്ടുന്നതിനേക്കാൾ പൈസ ലാഭം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ പോകുന്നത് വെറും മണ്ടത്തരമാണ്. കാരണം നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എക്സാംസ് കാര്യങ്ങളൊക്കെ എഴുതിയാൽ ഡയറക്റ്റ് ഇവിടെ തന്നെ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അവിടെ പോയാൽ നിങ്ങൾ വീണ്ടും നാട്ടിൽ വന്നിട്ട് FMG എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അത് 1, 2, 3 വട്ടം പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് പല ആൾക്കാരും കയറുന്നത്. കാരണം പാസ് പെർസെൻറ്റേജ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ പുറത്ത് വർക്ക് ചെയ്ത് നാട്ടിലേക്ക് ആ ഒരു രീതിയിൽ FMG ഒക്കെ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ നാട്ടിലും ചെയ്യണം അവിടെയും ചെയ്യണം. പിന്നെ ഈ നാട്ടിലൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ PG ഒക്കെ പഠിച്ച ഒരു രീതിയിലെത്തുമ്പോൾ നല്ല രീതിയിലുള്ള ഏജ് കാര്യങ്ങളൊക്കെ ആവും. അപ്പം ആ ഒരു രീതിയിൽ പിന്നെ നിങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. കാരണം ബേസിക്കലി അവർക്കൊക്കെ ഇതിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ അവർക്ക് പേയ്മെൻറ്റ് കിട്ടും. ഒരു സീറ്റൊക്കെ വാങ്ങിക്കൊടുത്താൽ തന്നെ 50,000 മുതൽ 1,00,000 1,50,000 വരെ കിട്ടുന്ന ആൾക്കാർ ഇതിൽ ഏജൻറ്റുമാരായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ പോയിട്ട് ഇറങ്ങണ്ട. ഇനി അതല്ല നിങ്ങൾക്ക് പൈസ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ സെൽഫ് ഫിനാൻസ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാം. ആ ഒരു രീതിയിൽ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ഇതായിട്ട് മാത്രം ഒപ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ ഈ ഒരു രീതിയിൽ പോയി പെടേണ്ട ആവശ്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. ബാക്കിയൊക്കെ നിങ്ങളുടെ അപ് ടു യു ആണ്, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ട് തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ സെൽഫ് ഫിനാൻസിൽ BDS എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല കേസുകൾ കാര്യങ്ങളിൽ എടുക്കുക. അല്ലാതെ ലോണ് കാര്യങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഒരു ക്ലിനിക്കൊക്കെ ഇടാനാണെങ്കിലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ എമൗണ്ട് വേണ്ടി വരും. അപ്പം അത് നിങ്ങൾ കുറച്ച് ഒരു കഷ്ടപ്പാടിലേക്ക് നീങ്ങുമായിരിക്കും ചെയ്യുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ.